പാർട്ടി 2026 തകർന്നു പോയാൽ പിന്നീട് വരുന്ന ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ ഫോഴ്സ് കേരളത്തിൽ ഉയർന്നു വരണമല്ലോ. കോൺഗ്രസിന് അധികാരം കിട്ടും, അതിന് സാധ്യത ഒരുപാടുണ്ട്, ഞാൻ നിഷേധിക്കുന്നില്ല. പക്ഷേ അങ്ങനെ വരുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പകരം എന്തെങ്കിലും ഒരു രാഷ്ട്രീയ സംവിധാനം കേരളത്തിൽ ഉണ്ടാകണ്ടേ? അല്ല, അതിന് സംശയമൊന്നുമില്ല ഗോകുമാർ. അതുണ്ടായിരിക്കും, അതുണ്ടായാലേ പറ്റുള്ളൂ. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആവണമെന്നില്ല. അത് ചിലപ്പോൾ ഒരു സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ആയിരിക്കാം. അതുണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോയി കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വരുന്ന വരെ ഇവിടെ ഒരു വാക്യൂം ഒന്നും ഉണ്ടാവില്ല. അതിൻ്റെ ചില അനുരണനങ്ങളൊക്കെ ഇപ്പോൾ തന്നെ ഉണ്ട്. ഞാനതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് ഞാനിപ്പോൾ പോകുന്നില്ല. പക്ഷേ അത് കേരളത്തിൽ അതിനുള്ളൊരു മണ്ണുണ്ട്, ഒരു സംശയവുമില്ല. അത് അങ്ങനെയൊന്നും ഉണ്ടാവാനുള്ള സാധ്യത ഞാൻ തള്ളിക്കളയുന്നില്ല. അതിലെനിക്ക് പറയാമെന്ന് പറഞ്ഞാൽ അതിനൊക്കെ ഒരു ചാലകശക്തി ആവാൻ എന്നെ പോലുള്ളവർക്കൊക്കെ ചിലപ്പം ഒരു പക്ഷേ അറിയില്ല. നമുക്കൊന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ കഴിഞ്ഞെന്നിരിക്കും, നമുക്കറിയാൻ പറ്റില്ല. ഞാൻ കഴിയും എന്ന് പറഞ്ഞാൽ അവകാശവാദം ഉന്നയിക്കില്ല. പക്ഷേ അതിൻ്റെയൊക്കെ ചില സൂചനകൾ അവിടെ ഇവിടെയൊക്കെ ഇപ്പോൾ തന്നെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ആ ഗ്യാപ്പിലേക്ക് പുതിയ ജനാധിപത്യ സംവിധാനങ്ങൾ വളർന്നു വരാനുള്ള സാധ്യത വളരെ വലുതാണെന്നല്ല നമ്മൾ ഉണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചാരത്തിൽ നിന്നും ഫിനിക്സ് പക്ഷിയെപ്പോലെ പുതിയ എന്തെങ്കിലും ഒരു പ്രസ്ഥാനം എന്തുമായിക്കോട്ടെ അത് ഉയർന്നു വരും. അങ്ങനെ കേരള രാഷ്ട്രീയത്തിൽ ഒരു തിരുത്തൽ ശക്തിയായി ഒരു പുതിയ പ്രതിപക്ഷം ഉണ്ടാകുമെന്നാണ് താങ്കൾ പ്രതീക്ഷിക്കുന്നത്? ഉണ്ടാകുമെന്ന് ഞാൻ പറയാൻ കാര്യം എന്താണെന്നറിയോ? എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര മോണോലിത്തിക് ആയിട്ടുള്ള, ഇത്ര റുത്ലെസ് ആയിട്ടുള്ള ഒരു CPM ഇവിടെ നിൽക്കുമ്പോഴും എന്നെ പോലെയും അല്ലെങ്കിൽ ഉമേഷ് ബാബുവിനെ പോലെയും അല്ലെങ്കിൽ ജി ശക്തിധരനെ പോലുള്ള ആളുകളൊക്കെ ഇപ്പോഴും ഇവിടെ പൊളിറ്റിക്കൽ ആക്ടിവിറ്റി നടത്തിക്കൊണ്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞു, എന്നെ അറസ്റ്റ് ചെയ്യാൻ നോക്കിയപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടി എന്നെ സഹായിച്ചില്ല. പക്ഷേ ഞാൻ ജയിലിലായില്ല. മനസ്സിലായില്ലേ? എന്ന് പറഞ്ഞാൽ ഓരോ 15 മിനിറ്റ് കൂടുമ്പോഴും PCC വിളിച്ചു ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നാണ് ചോദിക്കുന്നത്, എന്നെ അറസ്റ്റ് ചെയ്തു. പക്ഷേ അങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടി സഹായിക്കാതിരുന്നിട്ടും ഞാൻ അറസ്റ്റ് ചെയ്യപ്പെട്ടില്ല. അപ്പം ഞാൻ ഒന്ന് അടയാളപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് അതൊക്കെ എൻ്റെ ഒരു സൂചനയാണ്. അത് എന്തിൽ ചെന്ന് പരിണമിക്കുമെന്നൊന്നും ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ചില റിഫ്ലക്ഷൻസ്, ചില സൂചനകൾ, ചില അടയാളങ്ങൾ പൊതുസമൂഹത്തിൽ കാണാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് എന്നെപ്പോലെയും ഉമേഷ് ബാബുവിനെ പോലെയും ജി ശക്തിധരനെ പോലെയൊക്കെ ഉള്ള ആളുകളുടെ സാന്നിധ്യവും അവരുടെ രാഷ്ട്രീയ പ്രവർത്തനം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം അതിന് സ്പേസ് ഉണ്ട്. അങ്ങനെ വരുമ്പോഴേ ഒരു ചോദ്യം കൂടി, കേരളത്തിലെ BJP താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഞാനത് ഗോകുമാറിനോട് കഴിഞ്ഞ ഒരു പറഞ്ഞിട്ടുണ്ട്. കാരണം വെച്ചാൽ ഈ BJPക്ക് കേരളത്തിൽ വളരാനുള്ള സാധ്യത വളരെ കുറവായതിൻ്റെ അടിസ്ഥാന കാരണം കേരളത്തിൻ്റെ ഡെമോഗ്രഫിയാണ്. ഇപ്പോൾ നമ്മൾ വടക്കേ ഇന്ത്യയിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ സംസ്ഥാനങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മിക്കവാറും സംസ്ഥാനങ്ങളിലെ ഹിന്ദു ഭൂരിപക്ഷം, മുസ്ലിം ന്യൂനപക്ഷം. അതാണ് അവിടുത്തെ ഒരു സമവാക്യം. അപ്പോൾ അവിടെയൊക്കെ അവരെടുക്കുന്ന സമീപനം എന്താ? കോൺഗ്രസിനെ ഇല്ലാതാക്കുന്നത് ശരിയോ തൊട്ടെന്നുള്ള വാദമൊക്കെ അവിടെ നിൽക്കട്ടെ. അവരതേ പരീക്ഷണം തന്നെ കേരളത്തിൽ നടത്തിയാൽ കേരളത്തിൽ അത് ഏൽക്കില്ല. കാരണം കേരളമാണ് ഇന്ത്യയിൽ ഈ 3 മതങ്ങൾക്കും ക്രൂഷ്യലായിട്ടുള്ള സ്വാധീനമുള്ള ഒരു സംസ്ഥാനം. ഇപ്പോൾ ഇവിടെ ഒരു 40-45% ഹിന്ദുക്കൾ, 29% മുസ്ലിങ്ങൾ, 18% ക്രിസ്ത്യാനികൾ. യഥാർത്ഥത്തിൽ ഇവിടെ കോൺഗ്രസ് എന്നൊരു പാർട്ടി ഇല്ല. ഇവിടെ 29% മുസ്ലിങ്ങളും 18% ക്രിസ്ത്യാനികളും ഉള്ളതുകൊണ്ടാണ് അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഒരു പാർട്ടിയായിട്ട് കോൺഗ്രസ് ഇവിടെ നിൽക്കുന്നത്. കാരണം 29% മുസ്ലിങ്ങൾ ഒരിക്കലും BJPക്ക് വോട്ടിയില്ല. ക്രിസ്ത്യാനികളിൽ തന്നെ 18%-ൽ 3-4% അപ്പുറത്ത് BJPക്ക് വോട്ടിയില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ BJP വളരണമെങ്കിൽ എങ്ങനെ വളരണം? ഹിന്ദു വോട്ട് ബാങ്ക് കേന്ദ്രീകരിച്ച് BJPക്ക് വളരാൻ പറ്റും. അൺഫോർച്ചുനേറ്റ്ലി ഹിന്ദു വോട്ട് ബാങ്ക് ഓവർവെൽമിംഗ്ലി CPMൻ്റെ പുറകിലാണ് ഇപ്പോൾ റാലി ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് BJPക്ക് വളരണമെന്നുണ്ടെങ്കിൽ ഹിന്ദു വോട്ട് ബാങ്ക് മൊബിലൈസ് ചെയ്യണം. അതിനുള്ള സാധ്യത പരമാവധി ഇപ്പോൾ കുറവാണ്. ആ സാഹചര്യത്തിൽ BJPക്ക് ഇവിടെ ഒരു ശക്തിയായി വളർന്നു വരാനുള്ള സാധ്യത വളരെ കുറവാണ്. 1. 2, ഇവരുടെ ദേശീയ നേതൃത്വത്തിൻ്റെ ഈ സിമ്പിൾ സ്ട്രേറ്റ് ജാക്കറ്റ് ഫോർമുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസിനെ ഇല്ലാതാക്കിയാൽ നമുക്ക് പ്രതിപക്ഷം. അത് കേരളത്തിൽ നടക്കില്ല. കാരണം 29% മുസ്ലിങ്ങളുള്ളിടത്തോളം കാലം കോൺഗ്രസിനെ ഇല്ലാതാക്കാൻ പറ്റില്ല. മനസ്സിലായി? അത് ഇവർക്ക് ഇതുവരെ ബോധ്യപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് അതിൻ്റെ റിഫ്ലക്ഷനാണ് ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ സംഭവിച്ചിരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോ കാണുമായിരുന്നു. 19% വോട്ട് 24-ലെ തെരഞ്ഞെടുപ്പ് കിട്ടിയല്ലോ. അപ്പോൾ അമിത്ഷാ ഇവിടെ വന്നിട്ട് പറഞ്ഞു 10,000 വാർഡും 25% വോട്ടെന്നാണ് പറഞ്ഞത്. 2020-ലെ തെരഞ്ഞെടുപ്പിൽ 5,000 വാർഡിൽ ജയിച്ചിരുന്നു. ഇത്തവണ 1919 വാർഡിൽ ജയിച്ചിട്ടുള്ളൂ. 2 മുനിസിപ്പാലിറ്റിയേ ഉള്ളൂ. അത് കൂടാൻ പറ്റിയിട്ടില്ല. 22 പഞ്ചായത്ത് ഉണ്ടായിരുന്നിടത്ത് 26 പഞ്ചായത്തിലേക്കേ പോകാൻ പറ്റിയിട്ടുള്ളൂ. 500 ചില്ലാനം പഞ്ചായത്ത് UDFനും 300 ചില്ലാനം പഞ്ചായത്ത് LDFനും ഉള്ളപ്പോഴാണ് ഇവർ 25-ലും 26-ലും നിൽക്കുന്നത്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് യഥാർത്ഥത്തിൽ കേരളത്തിൽ BJPയുടെ അന്ത്യം കുറിച്ചു എന്നാണ് കണക്ക് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷൻ, ഇപ്പോൾ തൃശ്ശൂർ കോർപ്പറേഷൻ നിങ്ങളൊന്ന് എടുക്കൂ. തൃശ്ശൂരിൽ സുരേഷ് ഗോപി ലോക്സഭയിലേക്ക് ജയിച്ച മണ്ഡലമാണ്. അവിടെ 3-ാം സ്ഥാനത്താണ്. പാലക്കാട് പോലും കഷ്ടികൂട്ടിയാണ് പോയിട്ടുള്ളത്. മനസ്സിലായി? അപ്പോൾ അതുകൊണ്ട് തന്നെ BJPക്ക് കേരളത്തിൽ
ഭാവി സാധ്യത വളരെ ബ്ലീക്കാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ബി ജെ പിക്ക് ഇനി കേരളത്തിൽ മുന്നോട്ട് വരണമെങ്കിൽ CPM-നെ പൊളിച്ചാൽ മാത്രമേ ബി ജെ പിക്ക് വരാൻ പറ്റുള്ളൂ. പക്ഷേ ബി ജെ പിയുടെ പണി എന്താ? എങ്ങനെ പിണറായി വിജയനെ സംരക്ഷിക്കാം? നമ്മൾ അയാളെ നിങ്ങൾ ജയിലിലാക്കണ്ട. നിങ്ങൾ എത്രയോ നേതാക്കന്മാരെ ബി ജെ പി ജയിലിലാക്കി വടക്കേ ഇന്ത്യയിൽ. ഇവിടെ ജയിലിലാക്കണ്ട. ഒന്ന് ചോദ്യം ചെയ്യാൻ പോലും പിണറായി വിജയനെ വിളിക്കുന്നില്ല. ഇനി പോട്ടെ, പിണറായി വിജയനെ വിളിക്കണം, എൻ്റെ മകളെ വിളിച്ചൂടെ? കേസില്ലാഞ്ഞിട്ടാണോ? എത്രയോ കേസുകൾ കിടക്കുന്നു. അയാളുടെ ലാവലിൻ കേസ് ലേറ്റസ്റ്റ് പൊസിഷൻ എന്താണെന്ന് വെച്ചാൽ 40 തവണ ബെഞ്ചിൽ വന്നിട്ട് മാറ്റിവെച്ചു. ഇപ്പോൾ 1.5 വർഷമായി ബെഞ്ചിൽ പോലും വരുന്നില്ലെന്നാണ്. ബെഞ്ചിൽ പോലും വരുന്നില്ല കഴിഞ്ഞ 1.5 വർഷമായിട്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഈ കാരണങ്ങളൊക്കെ കൊണ്ട് തന്നെ വളരെ ബ്ലീക്കാണ് അവരുടെ ഇത്. ഞാൻ എൻ്റെ വീട്ടിൽ RSSൻ്റെ എന്തോ ഒരു വലിയൊരു നേതാവ് കുറച്ചാൾ മുമ്പ് അയാൾ വന്നിരുന്നു. എന്തോ ഈ നിങ്ങളുടെ ഒരു മോഹൻ ഭഗവത് അപ്പോൾ എന്തോ വരുന്നു, എന്തോ RSSൻ്റെ എന്ന് പറയാം. അവരോട് ഞാൻ പറഞ്ഞു ഇതാണ് അവസ്ഥ. അവർക്കും ഒന്നും മറുപടി പറയാൻ. ഞാൻ ചോദിച്ചു നിങ്ങൾ എന്തിനാണ് ഈ പിണറായി വിജയനെ താങ്ങുന്നത്? ഞാൻ ഒരു 5-10 മിനിറ്റ് ഇരുന്ന് വിശദീകരിച്ചു കൊടുക്കുന്നു. അവർക്കൊന്നും ഒരു മറുപടിയില്ല. അപ്പോൾ അതുകൊണ്ട് അവർക്ക് വളരണമെങ്കിൽ ഹിന്ദു വോട്ട് ബാങ്ക് സ്പ്ലിറ്റാക്കാൻ നോക്കണം. അതിന് പകരം പിണറായി വിജയനെ സംരക്ഷിക്കാൻ വേണ്ടി കഴിഞ്ഞ 5 വർഷം ഒരു പിണറായി വിജയനെ സംരക്ഷിക്കാൻ നടത്തിയ മ്ലേച്ഛമായിട്ടുള്ള ശ്രമങ്ങൾ നിങ്ങൾ ആലോചിച്ച് നോക്കി. ഒരു മിനിറ്റ് പോലെ അയാളെ അഴിയണിക്കാൻ. പക്ഷേ അവർ അവിടെയാണ് അവർക്ക് എന്താണ് ഈ തലയ്ക്ക് വെളിവില്ലാത്തതെന്ന് എനിക്ക് മനസ്സിലാകാത്തത്. കോൺഗ്രസിനെ തകർക്കണമെങ്കിൽ ഇവിടുത്തെ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും കോൺഗ്രസിൽ വോട്ട് ചെയ്യാതിരിക്കണം. അവരെങ്ങനെ വോട്ട് ചെയ്യാതിരിക്കുന്നു? ഇപ്പോൾ നിങ്ങൾ മലപ്പുറത്തൊക്കെ കണ്ടില്ലേ, ജില്ലാ പഞ്ചായത്തിൽ 33 മുസ്ലിംസ് കംപ്ലീറ്റ്. കാരണം പിണറായി വിജയൻ ഈ RSSനെ സംരക്ഷിക്കുകയാണെന്നുള്ള ബോധ്യം അവർക്ക് വന്നു കഴിഞ്ഞു. വെള്ളാപ്പള്ളി നടേശനെ വിളിച്ച് കാറ കയറ്റുന്നു, മനസ്സിലായില്ലേ? അതുകൊണ്ട് അവരങ്ങ് കണക്ക് തീർത്തങ്ങ് കൊടുത്തു. ക്രിസ്ത്യാനികൾ പിന്നെ എന്താണ്? ക്രിസ്ത്യാനികൾക്ക് ജയിക്കുന്നവൻ്റെ കൂടെ നിൽക്കാനാണ് ക്രിസ്ത്യാനികൾക്ക് താല്പര്യം. ഇവിടെ ജയിക്കുള്ളൂ. ഇനി വേറൊരു വലിയ പ്രശ്നം അവർക്കുള്ള എന്താ? 2019 എന്താ സംഭവിച്ചത്? യുവതി പ്രവേശം വന്നപ്പോഴത്തേക്കും ഏറ്റവും ശക്തമായ സമരം ചെയ്തത് BJP. 5-6 സീറ്റ് കിട്ടുമെന്ന് വിചാരിച്ചു. ഒരു സീറ്റ് പോലും കിട്ടിയില്ല. കാരണം എന്താ? BJP ഈസ് നോട്ട് എ വിന്നിങ് പാർട്ടി ഇൻ കേരള. അടുത്ത തെരഞ്ഞെടുപ്പിൽ അവർക്കുണ്ടാകുന്ന ഏറ്റവും വലിയ പരുക്കതാണ്. അവരെല്ലാം ജയിക്കുന്ന പാർട്ടി UDF ആണ്. ഈ തെരഞ്ഞെടുപ്പിൽ പോലും ഹിന്ദുക്കളുടെ വോട്ട് വലിയ തോതിൽ UDF-ന് കിട്ടിയത്, BJP-ക്കല്ല കിട്ടിയത്. അപ്പോൾ BJP-ക്ക് ഫലത്തിൽ ക്രിസ്ത്യാനികളുടെ വോട്ട് കിട്ടുന്നില്ല, മുസ്ലിങ്ങളുടെ വോട്ടുന്നില്ല, ഹിന്ദുക്കളുടെയും കിട്ടുന്നില്ല. പിന്നെ എവിടെയിട്ടാണ് ഈ BJP-ക്ക് വളരാൻ പറ്റുക? അല്ല, ഈ പ്രശ്നങ്ങൾ കത്തി നിൽക്കുമ്പോഴേ പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യും എന്ന് കരുതുക. അപ്പോൾ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഒരു പുതിയ നേതൃത്വം വന്നേക്കാം. അല്ല, പിണറായി വിജയനെ കൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവസാനിക്കുന്നില്ലല്ലോ. അതേസമയം 2026 ഈ ഗവൺമെൻറ് സ്വാഭാവികമായ അവസാനം വരികയാണ്. അവിടെ വെച്ച് പിണറായി വിജയൻ്റെ ഒരു നേതൃത്വവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തകർച്ചയും പിണറായി വിജയൻ നേതൃത്വത്തിൽ നിന്ന് മാറുന്നു. അതേസമയം തന്നെ പാർട്ടി ആ സിസ്റ്റം തകർന്നു പോയാൽ അതിൻ്റെ ബെനിഫിഷ്യറി BJP തന്നെയല്ലേ? ഗോമാർ ഇപ്പോൾ പറഞ്ഞത് ഈ മറ്റേ ചങ്ങല പൊട്ടുകയും മറ്റേ വെള്ളം വറ്റുകയും ചെയ്താൽ പട്ടി കടിക്കില്ലേ എന്ന് ചോദിക്കുന്നതാണ്. അത് നടക്കാൻ പോകുന്നില്ല. കാരണം അത് നടക്കാനായിരുന്നെങ്കിൽ BJP-ക്ക് എന്നേ അത് ചെയ്യാമായിരുന്നു. നമ്മുടെ പിണറായി വിജയനെ ജയിലിലാക്കി കഴിഞ്ഞാൽ ജയിലിലാക്കുന്നതിന് അഡ്വാൻറ്റേജ് പോലും BJP-ക്ക് കിട്ടില്ല. പിന്നെ എന്തുകൊണ്ട് പിണറായി വിജയനെ ജയിലിലാക്കിയില്ല? ഇനി അതിനൊന്നും സമയമില്ല എന്ന് മാത്രമല്ല, ഇത് ബിയോണ്ട് റിഡംഷൻ ചീഞ്ഞ് കഴിഞ്ഞു. ഇപ്പോൾ ക്യാൻസറൊക്കെ ഒരു 4 സ്റ്റേജ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, അപ്പോൾ എനിക്ക് 4 സ്റ്റേജ് ക്യാൻസർ വന്നു കഴിഞ്ഞാൽ പിന്നെ എന്തോ ഓപ്പറേഷൻ നടത്തിയാൽ ഞാൻ ഇവിടെ രക്ഷപ്പെടുന്നു. അതേസമയം ഇതൊരു 2nd സ്റ്റേജിലെങ്കിലും ആയിരുന്നെങ്കിൽ ഓപ്പറേഷൻ നടത്തിയെങ്കിൽ നിങ്ങളപ്പോൾ അതൊന്നും ചെയ്തില്ല. ഇനി നിങ്ങൾ അനുഭവിക്കും. ഞാൻ പറഞ്ഞു ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ട് പോകാറ് നോക്ക്. ഞാൻ തന്നെ ഞെട്ടിപ്പോയി. 2020 5000 വാർഡ്, ഇപ്പോൾ 1919 വാർഡ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്. അവിടെ നിന്ന് ഇനി പൊക്കിയെടുത്ത് കൊണ്ടുവരാനൊന്നും ഈ 3-4 മാസത്തിനിടയിലൊന്നും കഴിയില്ലെന്ന് മാത്രമല്ല, ഇനി പിണറായി വിജയനെ അറസ്റ്റ് ചെയ്താൽ അതിൻ്റെ ഗുണവും UDF-നായിരിക്കും കിട്ടുക. മനസ്സിലായില്ലേ? അതാണ് അവരുടെ ഒരു ഈ ചെകുത്താനും കടലിനോട്. അതുകൊണ്ട് യഥാർത്ഥത്തിൽ നിങ്ങൾ കണ്ടില്ല, ഈ ശബരിമല വിഷയത്തിൽ അവർ മിണ്ടിയിട്ടില്ല. കാരണം മിണ്ടിയാൽ UDF-ന് ഗുണം കിട്ടുമെന്ന സംശയം. ഇവിടെ ഒരു രാപ്പകൽ സമരം നടത്തിയതല്ലാതെ അവർ മിണ്ടിയിട്ടില്ല. കാരണം മിണ്ടിയാൽ UDF-ന് ഗുണമാകുമെന്നുള്ള അറിയാം. അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടല്ലോ, ഈ കഴുത്തിൽ കുരുക്ക് വീണ പട്ടിയുടെ ഒരു അവസ്ഥയിലാണ് അവരിപ്പോൾ നിൽക്കുന്നത്. ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാം നേട്ടം. പിന്നെ ആകെപ്പാടെ ഇവിടെ ഒരു കോർപ്പറേഷൻ കിട്ടിയതുകൊണ്ട് കുറച്ച് പേർക്കെങ്കിലും സർക്കാർ വണ്ടിയിലൊക്കെ കയറി ഇവിടെ നടക്കാം. അതുകൊണ്ട് അങ്ങനെ ജീവിക്കാം എന്നുള്ളതിനപ്പുറത്തേക്ക് ഒന്നും സംഭവിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. CPM തകർച്ചയുടെ ബംഗാളിൽ തകർന്നു, ത്രിപുരയിലും തകർന്നു. സ്വാഭാവികമായി ആ ഇക്വേഷൻ വെച്ച് കേരളത്തിലും തകർന്നേ മതിയാവും. അല്ല, വേറെ ഓപ്ഷൻസ് ഒന്നും ഇല്ലല്ലോ. അപ്പോൾ പിണറായിയുടെ അഭാവവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തകർച്ചയും വന്നാൽ ഏറ്റവും അധികം ഹിന്ദുക്കളുള്ള ഒരു പാർട്ടി എന്ന നിലയിൽ CPM-ൻ്റെ തകർച്ച ഇന്നല്ലെങ്കിൽ നാളെ BJP-ക്കല്ലേ ഗുണം ചെയ്യുക? അതെങ്ങനെ UDF-ന് ഗുണം ചെയ്യാൻ കഴിയും? അല്ല, ഗോമാർ പറയുന്നൊരു തിയറിയാണ്. പക്ഷെ ഫലത്തിൽ കാണുന്നത് എന്താണെന്നറിയോ? ഈ ഹിന്ദു വോട്ട് ബാങ്ക് UDF-ലേക്ക് ഗ്രാവിറ്റേറ്റ് ചെയ്യുന്നതാണ് പ്രായോഗിക തലത്തിൽ നോക്കുമ്പോൾ നമ്മൾ കാണുന്നത്. അതാണ് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടത്.
മനസ്സിലായി. കാരണം യു ഡി എഫിനുള്ള വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ എന്താണ്, അത് ജയിക്കുന്ന ഒരു സംവിധാനമാണ്. അത് പിന്നെ കേരളത്തിലെ ഹിന്ദുക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റാപ്പിഡ്ലി കമ്മ്യൂണൽ സെറ്റ് അല്ല, ഒരു സെക്കുലർ ഹിന്ദുവാണ് കേരളത്തിലെ ഹിന്ദു. മനസ്സിലായി. സെക്കുലർ ഹിന്ദു കേരളത്തിലെ സെക്കുലർ ഹിന്ദു ഈ റാപ്പിഡ്ലി കമ്മ്യൂണലായിട്ടുള്ള BJP അവർ ഓപ്റ്റ് ചെയ്യില്ല. അവർക്കൊരു സെക്കുലർ അവരുടെ കാര്യങ്ങൾ നടക്കുന്ന അവരെ ബഹുമാനത്തോട് കാണുന്ന ഒരു ആ സംവിധാനമായിട്ട് അവർ UDF കാണുള്ളൂ. അതുകൊണ്ട് ഈ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ മാറ്റങ്ങളും ആത്യന്തികമായി UDF ഗുണം ചെയ്യാനാണ് സാധ്യത എന്നാണ് ഇതുവരെയുള്ള ഇത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് തോന്നുന്നു. ഒരു ചോദ്യം കൂടി, ഇത് ഫലപ്രദമായി വിനിയോഗിക്കത്തക്ക വിധത്തിൽ ശക്തമായൊരു നേതൃത്വം UDF പ്രത്യേകിച്ച് കോൺഗ്രസിനുണ്ട്? അല്ല, അത് ഇല്ലെന്നുള്ള കാര്യത്തിലൊരു തർക്കവുമില്ലല്ലോ. അതുണ്ടാക്കാനുള്ള ഒരുപാട് അവസരങ്ങളുണ്ടായിരുന്നു. ഇപ്പം തന്നെ ഈ പുനഃസംഘടനയിൽ തന്നെ വലിയ മാറ്റം അവർക്കുണ്ടാകാമായിരുന്നു. ജനങ്ങളുടെ അടുത്ത ബന്ധമുള്ള എത്രയോ നേതാക്കന്മാർ KPC പ്രസിഡന്റ് ആകാമായിരുന്നു, ബെന്നി ബെഹനാൻ വേണമാകാമായിരുന്നു, അല്ലെങ്കിൽ MK രാഘവന് വേണമെങ്കിലാകാമായിരുന്നു. അങ്ങനെ ഒരു 4-5 പേർ അവരെല്ലാം മാറ്റിയിട്ട് കണ്ണൂരിൽ പോലും ആളുകൾക്ക് അറിയാൻ പറ്റാത്ത ഒരുത്തനെ കൊണ്ടുവന്ന് വെച്ചു. സതീശൻ്റെ പിന്നെ പൊട്ടത്തരം നേരത്തെ ഞാൻ പറഞ്ഞു. യൂത്ത് കോൺഗ്രസ്സിൽ എന്താ കാണിച്ചത്? ആബിൻ വർക്കി എന്ന് പറഞ്ഞ ഒന്നാം തരം കഴിവുള്ളൊരു ചെറുപ്പക്കാരനെ മാറ്റിയിട്ട് ഏതോ ഒരു ക്രോണിയെ കൊണ്ടുവന്നിട്ട് അവിടെ വെച്ചു. ഏറ്റവും ശക്തമായ സമരങ്ങൾക്ക് നേതൃത്വം കൊടുക്കേണ്ട മഹിളാ കോൺഗ്രസ് ആയിരുന്നു. അവിടെ എന്തോ ജബി മേത്തർ എന്നും പറഞ്ഞ ഒരു സ്ത്രീ, ഏതോ ഒരു കോടീശ്വരൻ്റെ മകൾ. അങ്ങനെ ഇതിനെ മൊത്തം വരിയുടക്കിയാണ് ഈ KC വേണുഗോപാൽ എന്ന് പറഞ്ഞിട്ടുള്ള നേതാവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എന്നിട്ട് പോലും ആളുകൾ അതിനെ ഓപ്റ്റ് ചെയ്യുന്നു. മനസ്സിലായി. പിന്നെ എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പോൾ ഉള്ള നേതാക്കന്മാർക്ക് ആർക്കും തന്നെ ഈ പിണറായി വിജയനോട് നേർന്ന് ഫൈറ്റ് ചെയ്യാനുള്ള ആംബിയറില്ല, കപ്പാസിറ്റി ഇല്ല എന്ന് വിശ്വസിക്കുന്നതാണ്. പക്ഷേ ഇന്നുള്ളതിൽ വെച്ച് മെച്ചപ്പെട്ടൊരു നേതൃത്വം രമേശ് ചെന്നിത്തലയുടെയാണ് എന്നാണ്. അതും റിലേറ്റീവ് എന്നാണ് ഞാൻ പറയുന്നത്. മനസ്സിലായത്. അയാളിപ്പം സാമാന്യം മെച്ചപ്പെട്ട രീതിയിൽ അയാൾ മുന്നോട്ട് വരുന്നുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ അയാളെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കി നിർത്തിക്കൊണ്ട് ആണ് മുന്നോട്ട് പോകേണ്ടത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അബ്സല്യൂട്ടായി പിണറായി വിജയനെതിരെ നേർക്ക് നിന്ന് ഫൈറ്റ് ചെയ്യാനുള്ള ആളുകളില്ലെങ്കിലും റിലേറ്റീവായിട്ട് ജനങ്ങളുടെ മുന്നിൽ കാണിക്കാൻ കഴിയുന്ന ഒരു സോബർ നല്ല ലീഡർഷിപ്പ് അയാളുടേതാണ് എന്നുള്ളൊരു അഭിപ്രായമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. അല്ല, താങ്കളുടെ അഭിപ്രായത്തോട് എനിക്ക് വിയോജിപ്പില്ല. കാരണം വെച്ചാൽ രമേശ് ചെന്നിത്തല നല്ല പ്രതിപക്ഷ നേതാവായിരുന്നു. ഇതിലെല്ലാം വരുത്തിയ ഡാറ്റയുമായിട്ട് സ്പ്രിംഗ്ലറുമായിട്ട് ബന്ധപ്പെട്ട ഡാറ്റ ഇന്ത്യയിലെ ആദ്യത്തെ കേസാണ് ഡാറ്റ വിറ്റുവെന്ന്. അത് പൊക്കിക്കൊണ്ട് വന്നത് രമേശ് ചെന്നിത്തലയാണ്. രമേശ് ചെന്നിത്തല നിയമസഭയ്ക്കകത്തും പബ്ലിക്കിനിടയിലും ഒപ്പം കോടതിയിൽ ഒരുപോലെ ഫൈറ്റ് ചെയ്ത, അതായത് VSന്റെ സ്റ്റൈലിൽ തന്നെ ഏതാണ്ട് രമേശ് ചെയ്തിട്ടുണ്ട്. പിന്നെ കോൺഗ്രസ് ആണ് പാർട്ടി. ഇപ്പൊ തന്നെ ശബരിമലയുമായി ബന്ധപ്പെട്ട കൊണ്ടുവന്ന് ചെറിയ ഓണിയാണ്, വലിയ സംഭവം. പക്ഷേ ഇതിൻ്റെ പ്രശ്നം, ഞാൻ താങ്കൾ പറഞ്ഞതിനോട് യോജിക്കുകയാണ്. ഇപ്പം കേരളത്തിൽ കോൺഗ്രസിന് കൊടുക്കാൻ പറ്റുന്ന അവൈലബിൾ ആയിട്ടുള്ള നേതാക്കന്മാരിൽ ഏറ്റവും സമർത്ഥനായ നേതാവ് രമേശ് ചെന്നിത്തലയിൽ തർക്കമൊന്നുമില്ല. ഒരു രാഷ്ട്രീയ നിരീക്ഷണം എന്നുള്ള നിലയിലാണ് ഞാനിത് പറയുന്നത്. പക്ഷേ ഇന്ത്യയിലെല്ലാം തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് കോൺഗ്രസ് ഒന്നും നമ്മൾ വിചാരിക്കുന്ന പോലും തിരിച്ച് കേന്ദ്രത്തിൽ നിന്ന് ഉടനെ വരാൻ പറ്റുന്ന സാധ്യത കോൺഗ്രസിൻ്റെ മുന്നിലില്ല. അതിനെ കൊണ്ടുവരാനുള്ള ശേഷി രാഹുൽ ഗാന്ധിക്കുമില്ല. ഈ സാഹചര്യത്തിൽ KC വേണുഗോപാലിന് കിട്ടുന്ന ഏക പിടിവള്ളി കേരളത്തിലെ മുഖ്യമന്ത്രി സ്ഥാനമാണ്. ആ മുഖ്യമന്ത്രി സ്ഥാനം വിട്ട് KC വേണുഗോപാൽ ദില്ലിയിൽ അടങ്ങിക്കൂടും. അല്ല, അതൊരു തിയറി മാത്രമാണ്, ഒരിക്കലും പ്രായോഗികമാവില്ല. കാരണം കേരളത്തിലെ പാർട്ടി റാങ്ക് ആൻഡ് ഫയലൊന്നും KC വേണുഗോപാലിനെ അംഗീകരിക്കില്ല. ഇപ്പം നമ്മളിപ്പം VD സതീശൻ്റെ കാര്യം എടുത്തു. VD സതീശന് അത്യാവശ്യം നിയമസഭയ്ക്കകത്ത് പോയി വർത്തമാനം പറയാനുള്ള, പ്രസംഗിക്കാനുള്ള കഴിവെങ്കിലും VD സതീശനുണ്ട്. പക്ഷേ നില്ലാണ് ഇയാളുടെ പിന്നെ കഴിവെന്ന് പറയുന്നത്. ഇയാൾ ഒരു കാരണവശാലും ജനങ്ങൾക്ക് മുമ്പിൽ കാണിക്കാൻ പറ്റുന്ന ഒരു ക്വാളിറ്റി അയാൾക്കില്ല. 1. 2, അയാൾ അവിടെ ദേശീയ ജനറൽ സെക്രട്ടറി ആയി കഴിഞ്ഞിട്ട് അയാളുടെ ക്രെഡിറ്റ് എന്താ? തോൽവിയുടെ പുറത്ത് തോൽവി. ഹരിയാനയിൽ തോറ്റു, ഡൽഹിയിൽ തോറ്റു, പിന്നെ മഹാരാഷ്ട്രയിൽ തോറ്റു, എല്ലായിടത്തും തോറ്റു, ബീഹാറിലും തോറ്റു. അപ്പോൾ തോൽവിയാണ് അയാൾക്ക്. അപ്പോൾ അയാൾക്ക് ഇവിടെ വന്ന് നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വേണമെങ്കിൽ വീണ്ടും പിണറായിക്ക് ഒരു ഭരണം കൂടെ കൊടുക്കാവുന്ന നിലയിലേക്ക് പോകുന്നുള്ളതല്ലാതെ ഒരു തരത്തിലും കേരളത്തിലെ റാങ്ക് ആൻഡ് ഫയലും കേരളത്തിലെ ലീഡർഷിപ്പും അയാളെ അംഗീകരിക്കില്ല. ഇനി രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചുള്ള, രാഹുൽ ഗാന്ധിക്ക് അവസാനം പറയാൻ ഈ കേരളം മാത്രമേ ഉള്ളൂ. അവിടെയും കൂടെ രാഹുൽ ഗാന്ധി ബലം പിടിച്ചു കഴിഞ്ഞാൽ അൾട്ടിമേറ്റ്ലി കേരളം കൂടെ കയ്യിൽ നിന്ന് പോകുക എന്നുള്ള നിലയിലേക്ക് അത് പോകുള്ളൂ. അപ്പോൾ ആ സാഹചര്യത്തിൽ എനിക്ക് തോന്നുന്നത് പിന്നെ രമേശിനുള്ള പാർട്ടിയിലെ റാങ്ക് ആൻഡ് ഫയലിലുള്ള അംഗീകാരവും പൊതുജനങ്ങളുടെ ഇടയിൽ പൊതുജനങ്ങളുടെ ഇടയിലേക്ക് വലിയൊരു അംഗീകാരം കിട്ടുന്ന ഒരു സാധനം നമ്മൾ ശ്രദ്ധിക്കാതെ അയാൾ ഈ ലഹരിക്കെതിരെ ഒരു സാധനം അയാൾ എല്ലാ ജില്ലയിലും സംഘടിപ്പിച്ചു. അതിൽ ചില ജില്ലയിലൊക്കെ 5000 പേരൊക്കെയാണ് പങ്കെടുത്തത്. ഞാൻ സത്യം പറഞ്ഞാൽ അത്ഭുതപ്പെട്ടു പോയി. കാരണം ഈ ലഹരി വിരുദ്ധത പിന്നെ പ്രതിപക്ഷവും വിട്ടു, പിന്നെ പിണറായി വിജയനും വിട്ട സമയത്താണ് അയാളെന്തോ ഒരു സന്നദ്ധ സംഘടന ഉണ്ടാക്കിയിട്ട് എല്ലാ ജില്ലയും. അപ്പം ആ നിലയിൽ ജനങ്ങളുടെ ഇടയിലും അയാൾ വലിയ അംഗീകാരം ഉണ്ടാക്കിയിട്ടുണ്ട്. അയാൾ ഇപ്പോൾ ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട് കൊണ്ടുവന്ന ചെറിയൊരു സാധനമാണ്. ശരിക്കും തെരഞ്ഞെടുപ്പിൽ ശബരിമല മുഖ്യ വിഷയമാക്കി മാറ്റിയതിൽ രമേശ് ചെന്നിത്തലയ്ക്കുള്ള പങ്ക് നിസ്തുലമാണ്. മനസ്സിലായി.
അപ്പോൾ അയാളിൽ ജനങ്ങൾക്കും പാർട്ടി റാങ്ക് ആൻഡ് ഫയലിനും ഒക്കെ വിശ്വാസം വലിയ തോതിൽ വർദ്ധിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ രണ്ട്, അയാൾ 5 വർഷമായിട്ട് നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, ഇന്ത്യയിൽ ഇത്രയും മുതിർന്നൊരു നേതാവ് ഇതുപോലെ ഒരു സ്ഥാനമില്ലാതെ പ്രവർത്തിച്ച ഒരു സംഭവം ഇന്ത്യയിൽ വേറെ ഒരു പാർട്ടിയിലുമില്ല. ഞാൻ കഴിഞ്ഞ ദിവസം അയാളുടെ ഇൻ്റർവ്യൂ ഞാൻ ഞെട്ടിപ്പോയി. അയാൾ ആരെക്കുറിച്ചിട്ടൊക്കെയാണ് പറയുന്നത് അറിയോ? VP സിംഗ്, ശങ്കർ ദയാൽ ശർമ്മ, വാജ്പേയി. എന്നിട്ട് അയാൾ ഇടയ്ക്ക് ഒരു സ്ഥലത്ത് വെച്ചിട്ട് അയാൾ പറയുകയാണ്, പിന്നെ ഞാൻ NSUIയുടെ പ്രസിഡൻ്റ് ആയിരുന്നപ്പോഴത്തേക്കും ബംഗാളിലെ പ്രസിഡൻ്റായിരുന്ന മമതാ ബാനർജിയെ മന്ത്രിയാക്കിയിരുന്നു. എന്നുവെച്ചാൽ അയാളെക്കാൾ അതുപോലെ DK ശിവകുമാർ, ഇവരെല്ലാം അയാളുടെ കീഴിൽ ജോലി ചെയ്തവരാണ്. അയാൾ 19 വർഷം മുമ്പ് ഇതായിരുന്നു, പ്രവർത്തക സമിതി അംഗമായിരുന്നു. അയാൾ 5 വർഷക്കാലമായിട്ട് അയാൾ ഒന്നുമില്ലാതെ അയാൾ നടക്കുകയാണ്. ഒരു അച്ചടക്ക ലംഘനവും കാണിക്കാതെ അയാൾ നടക്കുകയാണ്. സ്വാഭാവികമായും അതൊരു സ്വാഭാവിക നീതിയാണ് അയാളോട് ചെയ്യുന്നത്. അത് ചെയ്തില്ലെങ്കിൽ വലിയ പൊട്ടിത്തെറി ഈ സംവിധാനത്തിലുണ്ട്. അപ്പോൾ അയാളുടെ കഴിഞ്ഞ 5 വർഷത്തെ പ്രവർത്തനം വെച്ച് നമ്മൾ നോക്കുമ്പോൾ ജനങ്ങളുടെ ഇടയിലും പാർട്ടി അണികളുടെ ഇടയിലും ഒക്കെ തന്നെ അയാൾക്ക് വലിയ അംഗീകാരമാണുള്ളത്. അയാൾ നല്ല പൊതുപ്രവർത്തനമാണ് നടത്തിക്കൊണ്ട് എപ്പോഴും അയാൾ ഫീൽഡിലാണ്. ഒരു മിനിറ്റ് പോലും അയാൾ ചുമ്മാ ഇരിക്കും നമ്മൾ കാണുന്നില്ല. അപ്പോൾ ആ സാഹചര്യത്തിൽ അയാളാണ് മുഖ്യമന്ത്രി എന്നുള്ളൊരു നാച്ചുറൽ ചോയ്സ്. അയാളൊരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആയിട്ട് കൂടി UDF പോയി കഴിഞ്ഞാൽ UDFന് 100+ എന്ന് പറയുന്നത് ഉറപ്പാണ്, ഒരു സംശയവും കാര്യത്തിലില്ല. അപ്പം അത് സംഭവിക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ല, തീർച്ചയായിട്ടും ഞാൻ അതിനോട് യോജിക്കുന്ന. പ്രശ്നം കോൺഗ്രസിനകത്ത് ഈ സ്വാഭാവിക നീതിയുടെ പറയുമ്പോൾ അബിൻ വർക്കി എന്ന് പറയുന്ന വളരെ സമർത്ഥനായ ഒരു ചെറുപ്പക്കാരൻ ഇവിടുന്ന് ഒരു സുപ്രഭാതത്തിൽ സ്ഥാനം ഒഴിഞ്ഞു പോകേണ്ടി വന്നത് എന്ന് വേറെ ആരോ വന്ന അദ്ദേഹത്തിൻ്റെ പേര് എനിക്ക് അറിഞ്ഞുകൂടാ. അതുപോലെ തന്നെ മഹിളാ കോൺഗ്രസിൻ്റെ നേതാവിൻ്റെ പേര് എനിക്ക് അറിഞ്ഞുകൂടാ, ആരോ ഒരാൾ. പിന്നെ വന്ന KPCC പ്രസിഡൻറ്റ് ഈ പറഞ്ഞ പോലെ ഒരു പാവം അദ്ദേഹത്തിനെ പിടിച്ച് KPCC പ്രസിഡൻറ്റുമാക്കി. അപ്പോൾ ഇതൊക്കെ ആക്കിയത് ഇവരായതല്ല, ഇവരെയൊക്കെ ആക്കിയതാണ്. ഇവരെയൊക്കെ ആക്കിയ ഒരു ശക്തിയാണ് KC വേണുഗോപാൽ. അപ്പോൾ ഇവിടെ ഇലക്ഷൻ നടക്കും, കോൺഗ്രസ് അധികാരത്തിൽ വരുമ്പോൾ ഏതെങ്കിലും KC വേണുഗോപാലിൻ്റെ ഗ്രൂപ്പിലുള്ള ഒരു MLA കൊണ്ട് രാജിവെപ്പിച്ചിട്ട് KC വേണുഗോപാൽ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു വന്നാൽ അല്ല, അതൊക്കെ നമുക്ക്, ഞാൻ പറഞ്ഞ അതൊക്കെ നമുക്ക് തിയററ്റിക്കലായിട്ടൊക്കെ നമുക്ക് പറയാം. പക്ഷേ അതിനൊക്കെയുള്ള സാധ്യതകൾ എന്ന് പറയുന്നത് വളരെ കുറവാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ KC വേണുഗോപാൽ ദേശീയ ജനറൽ സെക്രട്ടറി ആയിട്ട് ഇപ്പോൾ 3-4 വർഷമായി. KC വേണുഗോപാലിന് ഫോർ ദാറ്റ് മാറ്റർ അയാളോട് നിർത്താൻ പറ്റുന്ന നല്ല പേരുള്ള ഒരു നേതാവിനെ ഈ 5 വർഷമായിട്ട് അയാൾക്ക് കിട്ടിയിട്ടില്ല. ശരിക്കും രാഹുൽ ഗാന്ധി കഴിഞ്ഞാൽ രണ്ടാമനാണല്ലോ അയാൾ കഴിഞ്ഞ 5 വർഷമായിട്ട്. പക്ഷേ പേരിന് ആരാ അയാളോട് ഇപ്പോഴുള്ളത്? ഒരു T സിദ്ദിഖോ അല്ലെങ്കിൽ ഏതെങ്കിലും പഴകുളം മധുവെന്നോ അല്ലെങ്കിൽ ഇവിടെ നിന്ന് നെയ്യാറ്റിങ്കര സനൽകുമാർ എന്നൊക്കെ പറഞ്ഞ് ചില തേർഡ് റേറ്റ് നേതാക്കന്മാർ ഉണ്ടെന്നുള്ളതല്ലാതെ പേരുള്ള ഒരു നേതാവും ഇതുവരെ അയാളോട് റാലി ചെയ്തിട്ടില്ല. അയാൾക്ക് ഇത്ര അധികാരം ഉണ്ടായിട്ട് പോലും. അപ്പോൾ അതുകൊണ്ട് തന്നെ അയാളുടെ വിംസ് ആൻഡ് ഫാൻസീസിനനുസരിച്ച് പിന്നെ ഇങ്ങോട്ട് കെട്ടിയിറങ്ങാം എന്ന് പറയുന്നത് പഴയ പോലെ നടക്കുന്ന ഒരു കാര്യമാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ KC വേണുഗോപാൽ വിചാരിച്ചാലും കേരളത്തിലൊരു മുഖ്യമന്ത്രിയാകുക എന്ന് പറയുന്നത് അപ്രായോഗികമാണ് എന്നാണ് പറയുന്നത്. അല്ല, ഞാൻ വിശ്വസിക്കുന്നത് KC വേണുഗോപാൽ പോലും ചിന്തിക്കുന്നത് ഒരു അടുത്ത ടൈമിൽ വരാൻ പറ്റുമോ എന്നുള്ളതായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഏത് ഒരു 5 വർഷം ഇയാൾക്ക് കൊടുത്തിട്ട് മനസ്സിലായി അത്രേ അയാളും കാണുന്നുണ്ടാവുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം വെച്ചാൽ അയാൾക്ക് സാധിക്കുമായിരുന്നു ഈ 5 വർഷം കൊണ്ട് കേരളത്തിലെ പാർട്ടിയിലേക്കൊരു ഒരു 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 സ്ട്രോങ് ഹോൾഡ് ഉണ്ടാക്കാൻ പറ്റുമായിരുന്നെങ്കിൽ അത് അയാൾക്ക് പറ്റിയിട്ടില്ല. ഇൻ ടേംസ് ഓഫ് നേതാക്കന്മാർ KPCC പ്രസിഡന്റിനെ കൊണ്ടുവന്നു, മറ്റേത് കൊണ്ടുവന്നു, മറിച്ച് കൊണ്ടുവന്നു പറഞ്ഞെങ്കിലും അത് ഒരു സ്വാധീനമായിട്ടത് ട്രിക്കിൾ ഡൗൺ ചെയ്തിട്ടില്ല. അതേസമയം പാർട്ടി റാങ്ക് ആൻഡ് ഫയലിൻ്റെ ഇടയിലൊക്കെ അയാൾക്ക് ഒരു സ്വാധീനം 5 വർഷം കൊണ്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ അത് സാധിക്കുമായിരുന്നു. പിന്നെ രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അയാൾക്കുള്ള വലിയ അഡ്വാൻറ്റേജ് എന്നാണ്. കഴിഞ്ഞ പ്രാവശ്യം 20 പേരിൽ 16 പേരുടെ പേരാ പറഞ്ഞു. എന്നിട്ട് അയാളോടൊന്ന് പറയുക പോലും ചെയ്യാതെ അയാളെ. അപ്പോൾ ആ ഒരു അഡ്വാൻറ്റേജും അയാൾക്കുണ്ട്. അതുകൊണ്ട് ജയിച്ചു വരുന്ന MLA മാരെ സംബന്ധിച്ചിടത്തോളം അതിൽ കൂടുതൽ ആളുകളും ഇയാൾക്കൊപ്പം നിൽക്കാനുള്ള സാധ്യതയാണ് കാണുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മാത്രമല്ല ഇനിയുള്ള ദിവസങ്ങളിൽ കോൺഗ്രസ് പ്രചരണത്തിൻ്റെ നേതൃസ്ഥാനത്ത് നിൽക്കുന്നത് ഇപ്പോൾ നിൽക്കുന്നതും എല്ലാം അയാൾ തന്നെയാണ്. ഈ ശബരിമല കൊള്ളയൊക്കെ തന്നെ പിന്നൊക്കെ തന്നെ അയാളുടെ ശരീരഭാഷയിൽ വലിയ മാറ്റം വന്നിട്ടുണ്ട്. കാരണം ഈ ശബരിമല കൊള്ള അയാൾ വേറൊരു പ്ലെയിനിലേക്ക് മാറ്റി വെച്ചല്ലോ. അപ്പോൾ അതുകൊണ്ട് അതൊരു സ്വാഭാവികമായി ഉണ്ടാകുന്നൊരു സംഭവമായിരിക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ വളരെ ശാന്തമായി തന്നെ രമേശ് ചെന്നിത്തലയ്ക്ക് കടന്നു വരാൻ കഴിയും, കോൺഗ്രസ് പാർട്ടിയെ നയിക്കാൻ കഴിയും എന്നാണ് താങ്കൾ വിചാരിക്കുന്നത്. അങ്ങനെ കഴിയുമെങ്കിൽ അത് വരട്ടെ. തീർച്ചയായിട്ടും എനിക്ക് വ്യക്തിപരമായി രാഷ്ട്രീയ നിരീക്ഷകൻ എന്നുള്ള നിലയിൽ രമേശ് ചെന്നിത്തല നല്ല ചോയ്സാണ് ഇന്നത്തെ സാഹചര്യത്തിൽ. അതിന് തർക്കമൊന്നുള്ളൊരു കാര്യമല്ല. പക്ഷേ അതിനുള്ള അവസരം അഖിലേന്ത്യാ നേതൃത്വം കൊടുക്കും. കാരണം അവരുടെ ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ ശിവകുമാറിനുണ്ടായിരുന്ന കൂടുതൽ ആളുകൾ, പക്ഷേ സിദ്ധരാമയ്യയാണ് ആക്കിയത്. അതുപോലെ തന്നെ നമ്മുടെ പഞ്ചാബിലൊരു നല്ല മുഖ്യമന്ത്രിയാണ് അമരീന്ദർ സിംഗ്. അങ്ങനെ മാറ്റി കളഞ്ഞത് ചെന്നി എന്നൊക്കെ ആക്കി. അല്ല, അവരുടെ ഞാൻ പറഞ്ഞു വന്നത് അവരുടെ കോൺഗ്രസിൻ്റെ കൾച്ചർ അങ്ങനെയാണ്. അതാണെങ്കിൽ പോലും അതിനകത്ത് ഒരു ഉദാഹരണമായി നമ്മൾ കർണാടകം കാണിക്കരുതെന്ന് എനിക്ക് പറയാനുള്ളത്. ശിവകുമാറിൻ്റെ കൂടെ കൂടുതൽ ആളുകളുണ്ടെന്ന് പറഞ്ഞാൽ സിദ്ധാരാമയ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സ്റ്റേച്ചറുള്ളൊരു വലിയ ഒരു പിന്നോക്ക ദളിത് സെറ്റുകാരുടെ ഒരു വലിയ നേതാവാണ്. അയാളവിടെ
ഒരു തവണ മുഖ്യമന്ത്രിയായിട്ടിരുന്ന ആളും കൂടിയാണ്. അപ്പം അതുകൊണ്ട് ഒരുപക്ഷെ പഞ്ചാബ് താങ്കൾ പറഞ്ഞത് നമുക്ക് അംഗീകരിക്കാം. കാരണം അമരീന്ദർ സിംഗിനെ കളഞ്ഞിട്ട് ചെന്നി അവനെ കൊണ്ടുവന്ന് അനുഭവിച്ചു. പക്ഷേ കർണാടക അങ്ങനെയല്ല. കേരളത്തിൽ ഇപ്പോൾ ഡെവലപ്പ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ കാലാവസ്ഥ സ്വാഭാവികമായും ഞാൻ പറഞ്ഞ ഒരു ഘട്ടത്തിലേക്ക് പരിണമിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനി മറുഭാഗത്ത് ഇയാൾ വരാൻ ഉള്ള പണി ചെയ്ത് അതിലേക്ക് പോയി കഴിഞ്ഞാൽ ലീഡർഷിപ്പ് ലെവലിൽ തന്നെ വലിയ പൊട്ടിത്തെറി ഉണ്ടാകും എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. പിന്നെ പഴയ പോലെ ഒരു ഇൻഫാലിബിളൊന്നും അല്ല ഈ ഹൈക്കമാൻഡ് എന്നൊക്കെ പറയുന്നത്. അതും കൂടെ നമ്മൾ കാണണം. കാരണം പണ്ട് അത് ഭയങ്കര ഒരു അപ്രമാദിത്വമായിരുന്നു. ഇപ്പോൾ അതില്ല, മനസ്സിലായി. കാരണം ഇപ്പോൾ അതില്ലെന്ന് പറഞ്ഞാൽ അത് ഏറ്റവും ദുർബലാവസ്ഥയിൽ നിൽക്കുകയാണ്. അപ്പം അങ്ങനെ ദുർബലാവസ്ഥയിൽ നിൽക്കുമ്പോൾ ഇയാളെ ഇങ്ങോട്ട് കെട്ടിയിറക്കി ഇവിടെ ഒരു പൊട്ടിത്തെറി ഉണ്ടാക്കാൻ രാഹുൽ ഗാന്ധി തയ്യാറാകും എന്ന് വിശ്വസിക്കാൻ വയ്യ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്തായാലും ശരി, കോൺഗ്രസിൻ്റെ 2024 വലിയൊരു വിജയമായിരിക്കാം. ഇന്നത്തെ ഈ ഇലക്ഷൻ വെച്ച് നോക്കുമ്പോൾ 2 മാസം കഴിഞ്ഞ ഇലക്ഷൻ നടക്കുന്നത് അത് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. എങ്കിലും ഇന്ന് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് പക്ഷേ കോൺഗ്രസ് ഈ വിജയത്തെ എങ്ങനെ എടുക്കും, അവരെ എത്ര ഒന്നിച്ച് നിൽക്കും എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടതാണ്. അത് നമുക്ക് കാത്തിരുന്ന് കാണാം. ഓക്കെ, ശരി, താങ്ക് യു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.